Good morning friends, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ജെറിയാട്രിക് ബ്രെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ജെറിയാട്രിക് ബ്രെഡ്. അതായത് രോഗാവസ്ഥയിലുള്ള ബെഡ്രിഡനായ ആൾക്കാരുടെ കൺവീനിയൻസിന് വേണ്ടി അവർക്ക് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ആധുനിക ബെഡ് സിസ്റ്റമാണ്. അത് ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സൈഡിലെ വർക്കുകളാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ചെയ്തു. അപ്പോൾ നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്താണ് ആക്ച്വേറ്റേഴ്സ്, 12 വോൾട്ട് ആക്ച്വേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ റിലേ വെച്ചിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തല ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിലേ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വേറ്റേഴ്സിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഫോർവേഡും റിവേഴ്സും സ്റ്റോപ്പും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇപ്പോൾ റിലേ നമുക്ക് നോർമലി 2 ടൈപ്പ് റിലേ ആണുള്ളത്. ഒന്ന് നമ്മളുടെ ഇവിടെ വരുന്നത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേ ആണ്, SPST. അതുപോലെ ഡബിൾ ത്രോ റിലേ ഉണ്ട്. നമുക്ക് 2 ഇതിൽ ചെയ്യാം. ഡബിൾ പോൾ ഡബിൾ ത്രോ റിലേ ആണെന്നുണ്ടെങ്കിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് പൊളാരിറ്റി റിലേ ഓൺ ആക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും. പക്ഷെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു റിലേ, ഒരു DP/DT റിലേ മാത്രം, ഡബിൾ പോൾ ഡബിൾ ത്രോ DP/DT റിലേ മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു ആക്ച്വേറ്റർ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കണ്ടോ, ഇത് SPST റിലേ ആണ്. 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് റിലേസ് ആണ്. ഇത് വെച്ചിട്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് വെച്ചിട്ടും കണ്ടോ, ഈ ഒരു 5 പിൻസ് ഉണ്ട്. ഇത് SPST ആണ്. അപ്പോൾ ഇതിൽ രണ്ട് പോളിന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇൻഡക്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, നോർമലി ഓപ്പൺ കണ്ടീഷനിലേക്ക് പറഞ്ഞ പോലെ. ഇപ്പോൾ ഈ മുകളിൽ കാണുന്നത് കോമൺ ബട്ടൺ ആയിരിക്കും, ഒന്ന് NCയും ഒന്ന് NO ആയിരിക്കും. അപ്പോൾ ഇത് സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേ ആണ്. അപ്പോൾ ഡബിൾ പോൾ ഡബിൾ ത്രോ റിലേ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ അതിന് നമുക്ക് 2 ഇതേപോലെ തന്നെ NO NCയും 2 NOയും 2 NCയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 4 പോൾസ് ആയിട്ടായിരിക്കും അത് വരാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിലത്തെ സിംഗിൾ 2 റിലേ വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേ 2 ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക പർച്ചേസ് ചെയ്യാനുണ്ട്, ഡബിൾ പോൾ മൊഡ്യൂൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ PCB ഒക്കെ അടിച്ചുണ്ടാക്കിയെടുക്കുന്ന സമയം നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇഷ്ടംപോലെ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ റിലേ മൊഡ്യൂൾസ് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ഡബിൾ പോൾ റിലേ മൊഡ്യൂൾസ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് മേടിക്കണം. അതാണ് എൻ്റെ അടുത്ത ടാസ്ക്. ഇന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പോയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ മൊഡ്യൂൾസും കാര്യങ്ങളും മേടിക്കണം. ഒരു യൂനോ മേടിക്കണം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇതിൻ്റെ കോമൺ പോയിന്റ്, റിലേയുടെ കോമൺ പോയിന്റ് കണ്ടോ, അതായത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത് അവിടെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് നമ്മുടെ ആക്ച്വേറ്റേഴ്സിൻ്റെ ലീഡ്സ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ റെഡും ബ്ലാക്കും കാണുന്നത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, 12 വോൾട്ട് അതുപോലെ അതിൻ്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 റിലേയും നോർമൽ കണ്ടീഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നോർമൽ കണ്ടീഷനിൽ 2 പൊളാരിറ്റിയും ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ലെഫ്റ്റിലത്തെ റിലേ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിലത്തെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന +12 വോൾട്ട് കോമണിലേക്ക് വരികയും, അതേപോലെ തന്നെ മറ്റേ ലീഡിൽ ആണെന്നുണ്ടെങ്കിൽ കിടക്കുന്നത് ഗ്രൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റിൽ പോസിറ്റീവും റൈറ്റിൽ നെഗറ്റീവും, ഇപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ആയി. അപ്പോൾ അതൊരു ചിലപ്പോൾ ഫോർവേഡ് ആയിരിക്കാം അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കാം. ഐദർ ഇപ്പോൾ ഫോർവേഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഈ റിലേ ഓഫ് ചെയ്തിട്ട് അടുത്ത റിലേ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലത്തെ റിലേ നെഗറ്റീവും റൈറ്റിലത്തെ റിലേ പോസിറ്റീവും.
അപ്പോൾ പൊളാരിറ്റി വീണ്ടും ചേഞ്ച് ചെയ്തു. ഇനി ഇത് രണ്ടും ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും പോസിറ്റീവ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോഴും ആക്ച്വേറ്റേഴ്സ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ 4 കണ്ടീഷനിൽ നമുക്ക് ഒരു ആക്ച്വേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് 5 ആക്ച്വേറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ 5 ആക്ച്വേറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് എത്ര വേണ്ടി വരും? 5x2, അതായത് 10 റിലേ വേണം. അതായത് 5 2 റിലേ മൊഡ്യൂൾസ്, 2 ചാനൽ റിലേ മൊഡ്യൂൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ പ്രശ്നത്തിനുള്ള ഇന്നത്തെ സൊല്യൂഷൻ. ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന വേറെ വലിയൊരു ചലഞ്ച്. എൻ്റെ കയ്യിൽ ഇതാണ് റിമോട്ടുള്ളത്. ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ടിൽറ്റിംഗ് ബെഡിൻ്റെ റിമോട്ട്. ഈ റിമോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്, കണ്ടോ? ലെഫ്റ്റ് ടിൽറ്റ് കണ്ടോ? ഇത് കറക്റ്റ് റിലേയാണ്. അപ്പോൾ ഈ റിലേക്ക് ഉള്ള പിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 നടുവിലൊരു പിന്നും ചുറ്റും 7 പിന്നും ഉണ്ട്. അപ്പോൾ എൻ്റെ മൾട്ടിമീറ്റർ ഇവിടെ കംപ്ലൈൻ്റ് ആണ്. മൾട്ടിമീറ്റർ നമ്മുടെ വേറെ സുഹൃത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് എനിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഏത് പിന്നാണ് ആക്ച്വേറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഈ ഒരു ആക്ച്വേറ്റർ റിലേ മൊഡ്യൂളിലേക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്ന് ലെഫ്റ്റ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ച്വേറ്റേഴ്സ് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യണം. ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബാക്ക്വേർഡ് ആയിട്ട് മൂവ് ചെയ്യണം. ഇതാണ് എനിക്ക് ടാസ്ക്. ഇത് ഞാൻ ഇനി എന്ത് ചെയ്യും? അതാണ് എൻ്റെ അടുത്ത പ്രോബ്ലം. ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ് ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പുതിയ ചലഞ്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ മുന്നേ ചെയ്തൊരു വീഡിയോ കണ്ടാലാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ അവതരണം മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സജഷൻസും ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. നാളെ ഞാൻ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെയ്ക്കും ബൈ ബൈ.